അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാക്കിറയുടെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാക്കിറയുടെ പെണ്ണുകാണലൊക്കെ കഴിഞ്ഞു. എന്നാൽ ഈ സമയം വൈകുന്നേരത്തെ ചായകുടിയുടെ തിരക്കിൽ ആണ് ആയിഷുമ്മയും മക്കളും മരുമക്കളും. ആൺമക്കളുടെ കുടിക്കൽ കഴിഞ്ഞിട്ടേ പെണ്ണുങ്ങൾക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടത് കഴിയുമ്പോൾ വിളിച്ചു പറയുന്നതനുസരിച്ച് പെണ്ണുങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതാണ് അവിടുത്തെ എഴുതപ്പെടാത്ത നിയമം. അതെ, അത് നിർബന്ധമാണ്. ആണുങ്ങൾ എന്താണ് കഴിക്കുന്നത്, എന്താ ചോദിക്കുന്നത്, അത് മുഴുവൻ എത്തിച്ചു കൊടുക്കുക. ബാക്കിയുണ്ടെങ്കിൽ മാത്രം പെണ്ണുങ്ങൾ കഴിക്കുക എന്നുള്ള നിയമം. സമയവും കാലവും ഒന്നുമില്ല. ആൺമക്കളിൽ ആർക്കെങ്കിലും മൊയ്തുഹാജിക്കോ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ജോലിക്ക് ആളുകൾ ഉണ്ടെങ്കിലും ഒരൊറ്റ ദിവസം പെണ്ണുങ്ങൾക്ക് പണി കഴിഞ്ഞിരിക്കാൻ നേരില്ല. ഷാക്കിർ ആയിരിക്കുമ്പോൾ അവൾ ശ്വാസം വിടാൻ പോലും സമയമില്ലാതെ പണികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് ഒക്കെയായിരുന്നു ആ ആയിഷത്തള്ള. മറ്റു പെണ്ണുങ്ങൾക്ക് കുറച്ചൊക്കെ റെസ്റ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഷാക്കിറ മച്ചിയായതുകൊണ്ടും മക്കളില്ല എന്നതിൻ്റെ പേരിൽ പരിഹസിക്കുന്നത് കൊണ്ടും അങ്ങനെ മൊത്തത്തിൽ അവളൊരു വേലക്കാരുടെ റോളിലായിരുന്നു അവിടെ നിർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം മേലനങ്ങണം. മറ്റേത് ഷാക്കിറ മുഴുവൻ പണിയും കാര്യങ്ങളും എടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. തൻ്റെ ഭർത്താവ് റഷീദിന് ദോശ ചൂടോടെ ചുട്ട് കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് സജിനയുടെ ഫോണ് ബെല്ലടിച്ചത്. അതെ, ഭർത്താവിന് തണുത്ത ദോശ പറ്റില്ല, നല്ല ചൂടോടുകൂടി തന്നെ വേണം. അതുകൊണ്ട് ചുടുന്ന ചട്ടിയിൽ നിന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അത്തരം സ്വഭാവക്കാരനാണ് അവന്. എന്നാൽ അതിനിടയിൽ അതാ സജിനയുടെ ഫോണ് ബെല്ലടിച്ചപ്പോൾ അവൾ വേഗം പോയി നോക്കി. ഹലോ, മൂത്തുമ്മ. ഒരു കൈകൊണ്ട് ഫോണും പിടിച്ച് മറുകൈയിൽ ദോശയുമായി വന്നവൾ അവൻ്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് വെച്ച് ആ ദോശ ഇട്ട് കൊടുത്തുകൊണ്ട് ഫോണിൽ സംസാരിച്ചു. മതി എന്ന് കൈകൊണ്ട് കാണിച്ചപ്പോൾ ഫോണും കൊണ്ട് അവിടെ തന്നെ നിന്നവൾ. അവൻ എത്രയാണ് കഴിക്കൂ എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് നിർത്തിയിട്ട് അവൾ വരുന്നത്. മക്കൾ കഴിക്കുന്നത് നോക്കി അവിടെ സൈഡിലിട്ടിരിക്കുന്ന ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു ആയിഷുമ്മയും. അത് ചെവിയോർത്തു. മരുമക്കളുടെ ഫോണിൽ ബെല്ലടി കേട്ടാൽ അവർ എവിടെയാണെങ്കിലും ചെവിയും കൂർപ്പിച്ച് നിൽക്കൽ അവരുടെ ഒരു രീതിയാണ്. ആണോ, സന്തോഷമായല്ലോ. അപ്പം നമുക്ക് അടുത്ത തന്നെ ഒരു വിവാഹം കൂടാല്ലേ? വളരെ സന്തോഷത്തോടെ സജിന ഫോണിലൂടെ പറയുന്നത് കേട്ടപ്പോൾ ആയിഷമ്മയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ആരുടെ വിവാഹത്തിൻ്റെ കാര്യം വിളി പറയണത്? ആയിഷമ്മ ചെവി ഓർത്തു. അപ്പം ഷാക്കിറ കല്യാണത്തിന് സമ്മതിച്ചു എന്നാണോ? സന്തോഷം കൊണ്ട് സജിനയുടെ ഒച്ച കുറച്ച് ഉയർന്നിരുന്നു. ഷാക്കിറ എന്ന പേര് കേട്ടതോടെ ആബിദിന് തരിപ്പിൽ കയറി. ഒപ്പം എല്ലാവരുടെയും ശ്രദ്ധ സജിനയിലായി. പക്ഷേ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അത്രയും സന്തോഷത്തിനിടയിൽ അവൾ ആരെയും ശ്രദ്ധിച്ചിരുന്നില്ല. മറ്റാരെയും നോക്കാതെ അവൾ തൻ്റെ മൂത്തമ്മയോട് സംസാരിച്ച് നിർത്തി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് മനസ്സിലായത്. അല്ല സജിന, ഏത് ഷാക്കിറയുടെ കാര്യമാണ് ഈ പറയണത്? ആരുടെ വിവാഹക്കാരാണ് സംസാരിച്ചത്? ആയിഷുമ്മക്ക് അതറിയാൻ തിടുക്കമായി. അവർ അവിടെ നിന്ന് ചോദിച്ചിട്ടും തൃപ്തി വരാതെ സജിനയുടെ അടുത്തേക്ക് ഒരു നൂലൊരു വ്യത്യാസത്തിൽ വന്നു നിന്നു. റസിയയും സജിനയും വായിൽ നോക്കിയിരിക്കുകയായിരുന്നു. എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി. തൻ്റെ തൊട്ടു മുന്നിൽ ആയിഷുമ്മ വന്നു നിൽക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടമായില്ല. മുറുക്കാൻ വായ നിറച്ചിട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ തുപ്പലം തെറിച്ചുകൊണ്ടുള്ള അവരുടെ സംസാരം അവൾക്ക് ഇഷ്ടം അല്ല. അതുകൊണ്ട് തന്നെ നിന്നിടത്തു നിന്നും പെട്ടെന്ന് ബാക്കിലേക്ക് നീങ്ങി നിന്നാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. അതെ, എൻ്റെ നിയാസ്ക വിവാഹത്തിന് സമ്മതിച്ചുവെന്ന്. വിവാഹം പെട്ടെന്ന് ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇജ്ജ് ഏത് ഷാക്കിറാണ്? ഷാക്കിറ എന്നുള്ള പേരാണല്ലോ ഇജ്ജ് പറഞ്ഞത്. അത് ഏത് ഷാക്കിറാണ്? ആയിഷുമ്മക്ക് അതറിയാഞ്ഞിട്ടായിരുന്നു ധൃതി. അതെ, ഷാക്കിറയാണ് വിവാഹം കഴിക്കുന്നത്. ഷാക്കിറയുടെ അനിയത്തി റീമയുടെ കൂടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളാണ് നിയാസ്ക. അങ്ങനെയാണ് ഷാക്കിറയെ നിയാസ്കക്ക് പരിചയം. എൻ്റെ പഠിച്ചോനെ, കുട്ടികളെ നഷ്ടപ്പെട്ട് അവനെന്നെ ജീവിതത്തിൽ കുട്ടികളെ വേണ്ടെന്നാണോ? വേണമെന്നുള്ളവനായിരുന്നെങ്കിൽ ആ മച്ചിയെ തന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമോ? ആയിഷമ്മ വീണ്ടും തൻ്റെ മനസ്സിലെ മുഴുവൻ കീടവും വെളിയിലേക്ക് തള്ളി. ആ ചങ്ങായിക്ക് 2 മക്കളെ നഷ്ടപ്പെട്ടത്, ഭാര്യ നഷ്ടപ്പെട്ടു. അപ്പം ഇനി മക്കളില്ലാതെ ജീവിക്കാൻ അയാളെ പ്ലാനിങ് ആ മച്ചി പെണ്ണിനെ അല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ ഓൻക്ക്?
എന്നാൽ ആബിദിന് അസ്വസ്ഥതയാണ് തോന്നിയത്. കുഞ്ഞുങ്ങളുണ്ടായില്ല എന്നൊരു കുഴപ്പം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. റസിയയുടെ കൂടെ കഴിയുന്നതിലും എല്ലാം കൊണ്ടും തൃപ്തി ഷാക്കിറയോടൊപ്പം കഴിയുമ്പോഴായിരുന്നു. റസിയ ഷാക്കിറയേക്കാളും സുന്ദരിയാണെന്നേ ഉള്ളൂ. ഒന്നിനും ഷാക്കിറയുടെ അടുത്ത് വരെ പോയിട്ടില്ല. ഷാക്കിറയെ പോലെ കൊള്ളില്ല. റസിയയെ സ്നേഹിക്കുമ്പോഴും വിവാഹം കഴിക്കുമ്പോഴും ഷാക്കിറ ഈ വീട് വിട്ട് പോവുകയില്ല എന്നൊരു ഉറപ്പായിരുന്നു തൻ്റെ മനസ്സിൽ. വയസ്സായ ഉമ്മയെയും ഉപ്പയെയും ബുദ്ധിമുട്ടിക്കാൻ അവിടെ പോയി നിൽക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അവൾ അവളുടെ വീട്ടിലേക്ക് ഒരിക്കലും പോകില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. എന്നാൽ അവളുടെ അനിയത്തിമാർ പിടിച്ച പിടിയാൽ അവളെ കൊണ്ടുപോയി സംരക്ഷിക്കുമെന്ന് തീരെ കരുതിയില്ല. ഞാൻ കരുതി അനിയത്തിമാരൊക്കെ കെട്ടിച്ചു വിട്ടതല്ലേ, അവരൊന്നും തിരിഞ്ഞു നോക്കില്ല. പക്ഷേ അവരാണ് കൊണ്ടുപോയത്. ആണെന്ന് പറയാൻ വയസ്സായ ഒരു ഉപ്പ മാത്രമേ ഉള്ളൂ എന്ന് കരുതി. പിന്നെ ഉള്ളത് അനിയത്തിമാരല്ലേ. ആങ്ങളമാരുടെ ഉഷിരൊന്നും പെണ്ണുങ്ങൾക്കുണ്ടാവില്ലല്ലോ. അവർ അവരുടെ ഭർത്താക്കന്മാർ പറഞ്ഞു കേട്ട് വീട്ടിലടങ്ങി ഒതുങ്ങി നിൽക്കുമെന്ന് കരുതി. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നല്ല. ഭയങ്കര വിരുദ്ധത്യാളാണ് അനിയത്തിമാരൊക്കെ. വിവാഹമോചനം നേടിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, അവളെ ആരും വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ അവസാനം മടക്കിയെടുക്കുക എന്നതിലൂടെ അവൾ തൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുമെന്നു കരുതി. ഇനി അവളുടെ വിവാഹം കഴിഞ്ഞാൽ തനിക്ക് കിട്ടുമെന്നൊരു കടുകുമണിയോളം ഉറപ്പില്ല. ഷാക്കിറെ എനിക്ക് ഇഷ്ടമായിരുന്നു. അവളെ കൂടെ ജീവിക്കാനാണ് രസം. ഇവളത്ര പോരാ. പക്ഷേ ഇതിപ്പോൾ അവളെ കല്യാണോ? ഓളെന്തിപ്പം തന്നെ അതിനൊക്കെ നിന്നത്. എന്നാൽ ആ മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ അതാ സജിന പറഞ്ഞു, നിയാസ്കാക്ക് എല്ലാം അറിയാമ്മ. നിയാസ്ക് ഒരു ഡോക്ടറല്ലേ. അപ്പോൾ പിന്നെ ഏതൊരു കാര്യത്തിനും ചികിത്സ ഉണ്ടെന്നും അറിയാം. പിന്നെ ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എങ്ങനെയാണ് അവൾക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് നിങ്ങളൊക്കെ അങ്ങ് ഉറപ്പിച്ചത്? ഒരിക്കലെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? സജിനക്ക് ആയിഷമ്മയുടെ ആ സംസാരം ഇഷ്ടപ്പെടാതെ ഇത്തിരി ദേഷ്യത്തോടെ ചോദിച്ചു. ഇജിപ്പം അങ്ങനെ ദേഷ്യപ്പെട്ടോ? കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ എൻ്റെ ആങ്ങൾക്ക് കുട്ടികളും പെണ്ണും മരിച്ചപ്പോൾ ഉണ്ടായ ഭ്രാന്ത് വീണ്ടും ഉണ്ടാകാതെ സൂക്ഷിച്ചോ? വീണ്ടും വീണ്ടും അവരുടെ നാവിൽ നിന്നും വിഷം തുപ്പിക്കൊണ്ടേ ഇരുന്നു. എന്താന്നില്ലേ? അല്ല, ഓല് മരിച്ച വേദന മാറി അപ്പോൾ ഇതിന് പെണ്ണെട്ടാനേ അല്ല പിന്നെ. എന്നാൽ സജിന പെട്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഞാനും എൻ്റെ വീട്ടുകാരും സഹിച്ചോളും, നിങ്ങൾ സഹിക്കണമെന്നില്ല. സഹിക്കെട്ട് സജിന പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. എൻ്റെ റബ്ബേ, ഒന്നിനും സമ്മതിക്കൂല. ആ പെണ്ണിനെ ഏതായാലും ഡൈവേഴ്സ് ചെയ്ത് ഒഴിവാക്കി. എന്നാൽ അവൾക്കൊരു ജീവിതം കൊടുക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കൂല വെച്ചാലോ. ചിലേറ്റങ്ങളുണ്ട് ഇട്ട് ഇടങ്ങാറാക്കുന്ന ആൾക്കാർ. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ജീവിക്കുകയാണല്ലോ പഠിച്ചോനെ, എൻ്റെ വിധി. അവൾ കണ്ണീർ തുടച്ചു. ഷാക്കിർ ഇവിടുന്ന് രക്ഷപ്പെട്ടതാണ്. കുറേ അനുഭവിച്ചിക്കണ് ഓളും. പാവ പെണ്ണ്, നല്ലൊരു ജീവിതം കിട്ടട്ടെ. അവൾ റൂമിലെത്തി. ഇക്ക, എനിക്കൊരു കാര്യം പറയാണ്ട്. ഓരോന്നോർത്ത് കിടക്കുന്ന, കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുന്ന ഭർത്താവ് റഷീദിനോട് സജിന ചോദിക്കുന്നു. എന്താ? തൻ്റെ ഉമ്മയിൽ നിന്ന് മടർന്നു വീണ വാക്കുകളും അയാളും കേട്ടത് അതാണ്. കുറച്ച് വർഷങ്ങളായി അത് തൻ്റെ ഉമ്മ തന്നെയാണോ എന്നൊരു സംശയമാണ് അവൻ്റെ മനസ്സിൽ. കാരണം ദിവസം തോറും ഉമ്മയുടെ സ്വഭാവം മോശമായി വരികയാണ്. ആളുകൾ വെറുതെ ചീത്ത പറയാം. അങ്ങനെ സംശയം ചോദിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും സംസാരവുമാണ്. അതുകൊണ്ട് തന്നെ സജിന എന്താണ് പറയാൻ പോകുന്നത് എന്നൊരു ഊഹമുണ്ടായിരുന്നു. എങ്കിലും അവൻ ചോദിക്കാതിരുന്നില്ല. നമുക്ക് ഈ വീട് മാറാം. എനിക്ക് വയ്യ, ഇവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാതായി. ഉമ്മാൻ്റെ വർത്താനങ്ങൾ കേട്ടില്ലേ? ഇക്ക, എന്നോട് എതിരൊന്നും പറയല്ലേ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞിരുന്നു. മാറാം. അവനും പെട്ടെന്ന് പറഞ്ഞവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞത് ഒന്നുമല്ല. അവനും തോന്നി തുടങ്ങിയിരുന്നു വേറെ താമസിക്കാം. കാരണം ഉമ്മയുടെ സ്വഭാവം ദിനംപ്രതി മോശമാവുകയാണ്. ഇവിടെ നിന്ന് മാറി താമസിക്കുന്നവർക്ക് ഒരു തരി ഭൂമി തരില്ലെന്നാണ് ഉപ്പയുടെയും ഉമ്മയുടെയും തീരുമാനം. കിട്ടുന്നത് മുഴുവൻ ഉമ്മയുടെ കയ്യിൽ കൊടുത്തുള്ള ശീലമായിരുന്നതിനാൽ കയ്യിൽ നീക്കിയിരിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നിർബന്ധമാണ്. അതെ, ആൺമക്കളായാലും എന്തൊക്കെ തന്നെയാലും പണിയെടുത്ത പൈസ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കണം. അതാണ് അവിടുത്തെ നിയമം. 3-4 വർഷമായിട്ടുള്ളൂ ചിലവിനുള്ളത് മാത്രം ഉമ്മയെ ഏൽപ്പിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു വീടും സ്ഥലമൊക്കെ വാങ്ങാനൊന്നും പണം തികഞ്ഞിരുന്നില്ല. കാരണം എന്നും ഉമ്മാൻ്റെ രീതിയിൽ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോയി കൊടുക്കണം.
അതിൽ നിന്ന് പകുതിയിലേറെ. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ഇപ്പോൾ മുഴുവൻ പണമൊന്നും ആവില്ലെങ്കിലും പിടിച്ചു നിൽക്കാം. ബാക്കി സജിനയുടെ കുറച്ച് സ്വർണം കൂടെ എടുക്കാം, രണ്ടുപേരും കൂടെ പേരിൽ വാങ്ങാം എന്നെല്ലാം കണക്ക് കൂട്ടി അവന്. എന്തായാലും ഉമ്മയോടും ഉപ്പയോടും ഇപ്പോൾ ഒന്നും പറയണ്ട, വീടും സ്ഥലവുമൊക്കെ റെഡിയായിട്ട് പറയാം. ഇല്ലെങ്കിൽ ഉമ്മാക്ക് ഇല്ലാത്ത ആവശ്യങ്ങളും അസുഖങ്ങളും ഉണ്ടാവില്ല. പിന്നെ ആ പണം കയ്യിൽ കിട്ടുവോളം നാടകമായിരിക്കും. ഒരു മക്കളും വേറെ പോകുന്നത് ഉമ്മാക്ക് ഇഷ്ടമില്ല. കിട്ടുന്നത് കുറയും എന്നതുകൊണ്ടും മരുമക്കളെ അടക്കി ഭരിക്കാൻ കിട്ടില്ല എന്നതോർത്തും. റഷീദ് സമ്മതിച്ചതോടെ സജിനക്കും സന്തോഷമായി. ഉമ്മയുടെ സ്വഭാവം മനസ്സിലാക്കി തൻ്റെ കൂടെ നിൽക്കുന്ന ഇക്കയെ അവൾ ഒരുപാട് സ്നേഹത്തോടെ നോക്കി. അവൻ തൻ്റെ പുരികം പൊക്കി കുസൃതി ചിരിയോടെ അവളുടെ ആ നോട്ടത്തെ നേരിട്ടു. അതുവരെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങൾ ഇല്ലാതാകുന്നത് അവൾ അറിഞ്ഞു. തൻ്റെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവ്, അത് ഏതൊരു പെണ്ണിനും ഭാഗ്യമാണ് എന്നവൾ ഓർത്തു. അങ്ങനെ ഏതാ സജിനയുടെ ആങ്ങളയുമായുള്ള ആ ഒരു വിവാഹം അത് പെട്ടെന്ന് തന്നെ നടത്തണം എന്നായിരുന്നു അവരുടെ വീട്ടുകാർ തീരുമാനിച്ചിരുന്നത്. വീട്ടിൽ വെച്ച് തന്നെ അടുത്ത ബന്ധുക്കൾ മാത്രം കൂടിയിട്ട് ചെറിയൊരു കല്യാണം മതി. നിയാസാണ് ഈ നിർദ്ദേശം വെച്ചത്. അതെല്ലാവർക്കും സ്വീകാര്യമാവുകയും ചെയ്തു. കാര്യം മറ്റൊന്നുമല്ല, അങ്ങനെയൊക്കെ അപകടമൊക്കെ പറ്റിയതല്ലേ, ഒരു സന്തോഷിക്കേണ്ട സമയമല്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് നിയാസ് സമ്മതം അറിയിച്ചതിനെ തുടർന്ന് 2 ദിവസം കഴിഞ്ഞാൽ റീമ പോകുന്നത് കൊണ്ടും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാരെ കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ടും 2 മാസം കൂടെ കഴിഞ്ഞ റീമ 3 മാസത്തെ ലീവിന് അവളുടെ ഭർത്താവും കുഞ്ഞുമടക്കം വരുന്നത് കൊണ്ടും വിവാഹം 2 മാസം കൊണ്ടൊരു ഡേറ്റിന് വെക്കാം എന്ന് തീരുമാനിക്കുകയാണ്. പെട്ടെന്ന് കല്യാണം വേണം എന്നത്. ഡേറ്റ് ഉറപ്പിക്കുന്നത് റീമയുടെ 1 മാസം കഴിഞ്ഞിട്ടാകാമെന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ആളുകളെ ക്ഷണിക്കാനോ ഡ്രസ്സ് എടുക്കാനോ ഒന്നിനും ഇല്ലാത്തത് കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല താനും. ഒരു 10-15 അല്ലെങ്കിൽ ഒരു 15 ദിവസം മുമ്പേ ഡേറ്റ് തീരുമാനിച്ചാൽ മതി. വിവാഹത്തിനെടുക്കാനുള്ള ഡ്രസ്സും പിന്നൊരു 2 കൂട്ട് വീട്ടിലിടാനും വിവാഹപ്പിറ്റേന്ന് ധരിക്കാനുള്ളതും അങ്ങനെ കുറച്ച് ഡ്രസ്സ് മാത്രം വിവാഹത്തിനെടുക്കാം എന്നും അതിനുശേഷം 2 പേരും ബാക്കി ഡ്രസ്സുകൾ ഒഴിവിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോട്ടെ എന്നൊക്കെ സജിനയാണ് നിയാസിനോട് പറഞ്ഞത്. ഷാക്കിരയുടെ മനസ്സന്ന് എല്ലാവരും കൂടെ പുറത്തേക്ക് പോയ ദിവസം നിയാസ് സമ്മതം അറിയിച്ച അന്നു മുതൽ അവളുടെ കയ്യിൽ നിന്നും തെന്നി മാറാൻ തുടങ്ങിയതാണ്. അതെ, ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ അതെല്ലാം അവൾ ഓർത്തു. റബ്ബേ, ഇനിയെങ്കിലും എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതിയായിരുന്നു. അവൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ സന്തോഷം ഞാൻ ഈ വിവാഹത്തിൽ നിൽക്കുന്നതാണ്. അവരുടെ വിഷമം, ടെൻഷൻ മാറാൻ ഞാനതിന് സമ്മതിക്കുകയും ആയിരുന്നു. എന്നാൽ ഡോക്ടറെ കാണിച്ചിട്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട നിയാസിനെ തനിക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊരു ഭയമാണ് അവളിൽ ഇപ്പോഴും ഉള്ളത്. അവൾക്കതായിരുന്നു റബ്ബേ പഠിച്ചോനെ. എന്നാൽ ഊണും ഉറക്കവും ഒക്കെ അതിനുശേഷം ക്രമം തെറ്റിയതാണ്. എന്തെന്നറിയില്ല, വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആകെപ്പാടൊരു ടെൻഷനാണ്. ഊണും ഉറക്കവും ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മുഖത്തിനെയും ശരീരത്തിനൊക്കെ വല്ലാതെ ഇങ്ങോട്ട് ബാധിച്ചിട്ടുണ്ട്. പഠിച്ചോനെ, തൻ്റെ ജീവിതമോ ഇങ്ങനെയായി. ഇനി മറ്റൊരാളുടെ ജീവിതം സന്തോഷവും തന്നെ വിവാഹം കഴിക്കുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം നഷ്ടപ്പെടുമോ റബ്ബേ? ഞാനൊരിക്കലും കരുതി കൂട്ടിയിട്ടില്ലല്ലോ. എനിക്ക് അദ്ദേഹത്തിനൊരു കുഞ്ഞിനെ പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ റബ്ബേ. ഷാക്കിറ വിതുമ്പി കരഞ്ഞു. ഇൻഷാ അല്ലാ ഷാക്കിറയുടെ ജീവിതം എന്തായിത്തീരും? അവളെ ഉപദ്രവിച്ചവർക്കെല്ലാം മറുപടി കൊടുക്കാൻ അവൾക്ക് കഴിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.